മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദുർഗയും ഉണ്ണിയും സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും പ്രതാപൻ്റെ അമ്മ വക്കീലുമായിട്ട് സ്റ്റേഷനിൽ ചെന്നിട്ട് SI അവരോട് തുറന്ന് പറയുന്നുണ്ട്, ഇവിടുന്ന് ജാമ്യം തരാൻ പറ്റില്ല, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം കൊടുക്കാമെന്ന്. ഇതേസമയം ദുർഗയ്ക്കും ഉണ്ണിക്കും ഭയങ്കര സംശയം തോന്നിയിട്ട് ഈ വാമദേവനെയും പ്രതാപനെയും പോലീസ് അറസ്റ്റ് ചെയ്തേക്കുന്നത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദുർഗ സീമന്തിനിക്ക് വിളിക്കുന്നുണ്ടെങ്കിലും സീമന്തിനെയാണെങ്കിൽ ദുർഗയുടെ കോള് അറ്റൻഡ് ചെയ്യണമില്ല. അതൊക്കെ കൂടി ആകുമ്പോൾ ഉണ്ണിക്കും ദുർഗയ്ക്കും നല്ല സംശയമുണ്ട്. പിന്നീട് ഈ ദുർഗ ഉണ്ണിയോട് പറയുന്നുണ്ട്, എന്തായാലും നീ കരണമോളെ വിളിച്ചുകൊണ്ട് വാടാന്ന്. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, അമ്മ എന്ത് മണ്ടത്തരാ പറയണേ, ഇനി കണ്ണേട്ടൻ അവളെ ഇങ്ങോട്ട് കയറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എന്തായാലും വേണ്ടില്ലടാ, നീ കരണമോളുടെ അടുത്തൊന്ന് പോവുമെങ്കിലും ചെയ്യുക. ഇപ്പോഴാണെങ്കിൽ അവളുടെ അമ്മ അവിടെ ഇല്ലല്ലോ, അമ്മ മഹാലക്ഷ്മിയുടെ അടുത്ത് ആസ്പത്രിയിലല്ലേ, അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം അവിടെ നിൽക്കാമല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് അതിനൊന്നും നേരമില്ല അമ്മേ, ഭാര്യ വീട്ടിൽ പോയി കിടക്കലൊന്നും എനിക്ക് പറ്റിയ പണിയല്ല, എന്തായാലും കാരണം വരുമ്പോൾ വരട്ടെ, അല്ലെങ്കിൽ അവൾ അവിടെ തന്നെ നിൽക്കട്ടെ, എന്നാലും നീ ഒന്ന് പോയി കാണലാന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, എന്തിനാ അവളുടെ വായിലിരിക്കുന്നത് മൊത്തം കേൾക്കാനാണോ, ഞാനെങ്ങോട്ടും പോകാനൊന്നും പോകണില്ല എന്ന്. അന്നേരം ദുർഗ പറയുന്നുണ്ട്, എന്നാലും ആ മഹാലക്ഷ്മിക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും പറ്റിയില്ലല്ലോ, അത്രയും വലിയ വീഴ്ച വീണിട്ടും ആ കുഞ്ഞിന് പോലും ഒന്നും സംഭവിച്ചില്ല, ഇത് എന്തൊരു അത്ഭുതമാണെന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇപ്പോൾ ദൈവങ്ങളൊക്കെ ആ മഹാലക്ഷ്മിക്ക് കൂട്ടിനായിട്ടല്ലേ നിൽക്കുന്നത്, ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം നമ്മളവരെ കൊല്ലാൻ നോക്കി, എന്നിട്ട് എന്തെങ്കിലും നടന്നോ. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണനെ കണ്ടതും ദുർഗ എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ണ നീ ആസ്പത്രിയിലേക്കല്ലേ, ഞാനും കൂടെ വരട്ടേടാന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനും പറ്റില്ല, അമ്മയും കുഞ്ഞും ICUല, അതുമാത്രമല്ല അവിടെ കുറച്ച് പേര് പുറത്തുണ്ട്, അവർ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യം വരും, പിന്നെ അവരെങ്ങനെ നിങ്ങളോട് പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ല, അമ്മയും ഇവനും അങ്ങോട്ട് വന്നത് അവർക്ക് ആർക്കും ഇഷ്ടമല്ല എന്ന്. പിന്നീട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നാളെ കോടതിയിൽ കൃത്യസമയത്ത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ കോടതിയിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ സത്യങ്ങളൊക്കെ അവിടുന്ന് ബോധ്യപ്പെടും. എന്തായാലും അമ്മാവനെയും പ്രതാപനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് എന്തിനാന്നുള്ളത് അമ്മയ്ക്കും മകനും മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങളങ്ങോട്ട് എത്തിയേക്കണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജു ആണിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ്. എന്നിട്ട് ലേഖ എന്താ മഞ്ജു ഇങ്ങനെ ആലോചിക്കണേന്ന് ചോദിക്കുമ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, ആ മേഘൻ്റെ കൂടെ ഞാൻ കുറച്ച് നാളും കൂടി ജീവിച്ചേർന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചേനെ, എന്തായാലും അപ്പോഴെങ്കിലും എനിക്ക് അവിടുന്ന് രക്ഷപ്പെട്ട് പോരാൻ തോന്നിയത് നന്നായി. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, അവനൊന്നും ഒരിക്കലും നന്നാവാൻ പോണില്ല, നീ പോകുന്നത് നന്നായി, എന്തായാലും അന്ന് കണ്ണേട്ടനും മഹാലക്ഷ്മിയും പറഞ്ഞതല്ലേ അവന് വിവാഹം കഴിക്കണ്ടെന്ന്, അന്ന് കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണനെ കണ്ടതും ആ ഏട്ടൻ വന്നോ, എന്താ ഏട്ടാ പോയിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ലടി, അതേ ഏട്ടാ ആ പ്രതാപനെയും എൻ്റെ അമ്മാവനെയും എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടേക്കണേ, ഇപ്പോഴും അവർ ലോക്കപ്പിൽ തന്നെയാണെന്ന് ചോദിക്കുമ്പം അതേ മഞ്ജു എന്ന് പറയുന്നു. എന്നിട്ട് അതിൻ്റെ കാരണം കണ്ണേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ, നിങ്ങൾ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നിന്നോട് പറയാടി, അത് കുറച്ച് വിശദമായി തന്നെ പറയാം, ഇപ്പോഴല്ല, ഇതിനുള്ള സമയമാവട്ടെ എന്ന് പറയുന്നു. ആ സമയത്ത് ലേഖയാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ ലേഖയോടും മഞ്ജുവിനോടും ചോദിക്കുന്നുണ്ട്, ഡോക്ടർ പിന്നെ വന്നായിരുന്നോ, നിങ്ങൾ ഡോക്ടറെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല കണ്ണേട്ടാ, പിന്നെ ഡോക്ടർ വന്നില്ല, എന്തായാലും ഡോക്ടർ വന്നു കഴിഞ്ഞാൽ കണ്ണേട്ടിന് കയറി കാണാൻ പറ്റുമായിരിക്കും എന്ന് പറയുന്നു. ആ സമയത്താണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. ഡോക്ടറെ കണ്ടതും കണ്ണൻ വന്നിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ഇപ്പം നിലവിൽ കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഇപ്പം അമ്മയും കുഞ്ഞിനെയും ജീവനോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്, ഇനി കണ്ണനായിട്ട് അതിനൊരു അപാകത വരുത്തരുത്, ഇതിനു മുമ്പ് അമ്മയുടെ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ ആ കുഞ്ഞു ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കണ്ണന് മാത്രമാണ്, എന്തായാലും അമ്മയും കുഞ്ഞിനെയും കണ്ണൻ്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പം ഒരുപാട് സൂക്ഷിക്കണം, അപകടമുണ്ട്, അത് മനസ്സിലാക്കി വേണം കണ്ണൻ ഇനി പെരുമാറാൻ, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയുമ്പോൾ ഇല്ല ഡോക്ടറെ, ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഈ കുഞ്ഞുണ്ടായതിൻ്റെ ചിലവ് മധുരം വിതരണം ചെയ്ത് നിർത്താൻ പറ്റില്ല, ഞങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ് തന്നെ വേണമെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, തോമസ് സാറ് എന്തായാലും പുറത്തെ ഭക്ഷണമൊന്നും കഴിക്കില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് തോമസ് ഡോക്ടറുടെ വീട്ടിൽ വെച്ച് തന്നെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തേക്കാം, എന്താ അതുപോലെ ഡോക്ടറെ എന്ന് വയ്ക്കുമ്പം അത് മതിയെന്നും പറഞ്ഞ് ഡോക്ടർ കണ്ണനോട് പറയുന്നുണ്ട്, എന്തായാലും കണ്ണൻ കയറി കുഞ്ഞിനെ കണ്ടോ, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ലേഹയ്ക്കും മഞ്ജുവിനൊക്കെ കയറി കാണാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലേഹ ചോദിക്കുന്നുണ്ട്, ഇന്ന് നീ വാർഡിലേക്കോ റൂമിലേക്കോ മാറ്റുമെന്ന് ചോദിക്കുമ്പം ഇന്നെന്തായാലും മാറ്റണില്ല, ഒരു ദിവസവും കൂടി അവിടെ തന്നെ കിടക്കട്ടെ, പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ഒരു ദിവസം അവിടെ കിടന്നോട്ടെ, നാളെ മാറ്റാം. മഹാലക്ഷ്മിയുടെ പ്രസവം കഴിഞ്ഞിട്ട് കണ്ണൻ മഹാലക്ഷ്മിയെ കണ്ടില്ലല്ലോ, എന്തായാലും പോയി കണ്ടിട്ട് പോരെയെന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹിയാണെങ്കിൽ കണ്ണ് തുറന്ന് കിടക്കുകയാണ്. ആ സമയത്ത് കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണനെ കണ്ടതും മഹിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് കണ്ണനെ അടുത്ത് വന്നിട്ട് തനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പം ഇല്ല കണ്ണേട്ടാ, എനിക്കൊരു കുഴപ്പമില്ല,
കണ്ണേട്ടൻ അങ്ങോട്ട് നോക്കിയേ നമ്മുടെ കുഞ്ഞവിടെ കിടക്കുന്നുണ്ടെന്ന് പറയുമ്പം കണ്ണൻ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് കുഞ്ഞാണെങ്കിൽ നല്ല ഉറക്കമാണ്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിക്ക് എപ്പോഴും ഉറക്കാണുള്ളൂ എന്ന് ചോദിക്കുമ്പം നമ്മളും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലായിരുന്നോ, എന്തായാലും ആളിപ്പോൾ നല്ല ഉറക്കത്തില്ല, പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല കണ്ണേട്ടാ, ഒരു കുഴപ്പമില്ല, ഞാനാണെങ്കിൽ ആകെ പേടിച്ച് പോയായിരുന്നു, എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും നമ്മളുടെ കുഞ്ഞിനൊന്നും സംഭവിക്കരുതെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പം പറ്റാതെ കിട്ടിയല്ലോ. പിന്നെ കുഞ്ഞിൻ്റെ കഴുത്തിലൊരു കറുത്ത മറുകുണ്ട്, അത് ആ വിഷം അകത്ത് ചെന്നതിൻ്റെ എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും പേടിച്ചിരിക്കുമായിരുന്നു, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് തനിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കാതിരുന്നത്. പിന്നെ ഞാൻ അമ്പലത്തിൽ ചെന്നപ്പം ആ അമ്മയെ കണ്ടിരുന്നു, ആ അമ്മയ്ക്കും വലിയ പ്രതീക്ഷയില്ലാത്ത രീതിയിൽ ആ അമ്മ സംസാരിച്ച് അതോടുകൂടി എൻ്റെ ആത്മവിശ്വാസം എല്ലാം പോയായിരുന്നു. പിന്നെ തനിക്കും കുഞ്ഞിനും കുഴപ്പമില്ലാതെ ജനിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായെന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, നമ്മളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തോരം പ്രതിസന്ധികൾ തരണം ചെയ്തു, അതുപോലെ തന്നെ ഇത് നമ്മളുടെ കൂടെ ഭഗവാൻ എപ്പോഴും കൂട്ടിനുണ്ടാവുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനെയും പ്രതാപനെയാണ്. വാമദേവനാണ് ഈ പ്രതാപനോട് പറയുന്നുണ്ട്, എടാ ഞാൻ പറയണത് പോലെ തന്നെ നീ പറയുവാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജാമ്യത്തിലിറങ്ങി പോരാം, ഞാൻ കൊട്ടേഷൻ തന്ന കാര്യം നീ ആരോടും പറയരുത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് രണ്ടുപേർക്കും പ്രശ്നമാണെന്ന് പറയുമ്പം വാമദേവനോട് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് മാത്രം രക്ഷപ്പെട്ടു പോകാനാണെന്ന് ചോദിക്കുമ്പം അതല്ലടാ, 10-20 വർഷം മുമ്പ് നടന്നൊരു ആക്സിഡൻ്റ് അല്ലേ, അന്ന് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണെന്ന് എല്ലാവരും വിചാരിച്ചോളും, അപ്പോൾ ഞാൻ ലോറി നിർത്താതെ പോയതോന്ന് ചോദിക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അന്ന് വലിയ മഴയായതുകൊണ്ട് ഇടിച്ചത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ നമുക്ക് രക്ഷപ്പെട്ടു പോരാൻ പറ്റും, അല്ലാതെ നീ സത്യങ്ങൾ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും കുടുങ്ങും, അതുമാത്രമല്ല ഈ കേസ് നടത്താനായിട്ട് നമ്മളുടെ സർവ്വസ്വത്തും വെക്കേണ്ട വരുമെന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മോളുടെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം, എൻ്റെ മോൾക്ക് ഭയങ്കര സങ്കടം, ഇനിയിപ്പോൾ മഹാലക്ഷ്മിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് കേട്ടാൽ എൻ്റെ മോൾക്കത് സന്തോഷമായേനെ, ഇനിയിപ്പോൾ മഹാലക്ഷ്മിയും കുഞ്ഞും മരിച്ചു എന്ന് കേട്ടിട്ട് ഞാൻ ജയിലിൽ പോയാലും എൻ്റെ മോൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി നമ്മൾ വേണ്ടതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുക്ക ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് കരുണേനെയാണ്. ആരോ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് കരുണ വേഗം തന്നെ സ്റ്റെയർ ഇറങ്ങി വരുന്നുണ്ട്. ഡോറ് തുറന്നതും പ്രതാപൻ്റെ അമ്മേനെ കണ്ടിട്ട് മുത്തശ്ശി പോയ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ പോയിട്ട് ഞാൻ വക്കീലിനെ കണ്ടു, ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പം ആ SIയും കൂട്ടരും അവന്മാരെ രണ്ടെണ്ണത്തിനെയും നല്ലോണം തല്ലി ചതച്ച് അവിടെ ഇട്ടേക്കുമായിരുന്നു, അതെന്തിനാ മുത്തശ്ശി എപ്പോഴും അവരെ തല്ലണേന്ന് ചോദിക്കുമ്പോൾ ആ SIക്കും കൂട്ടർക്കും അവരോടുള്ള വൈരാഗ്യം മുഴുക്ക അവർ തല്ലിയ തീർക്കണേ, ഇനിയിപ്പോൾ എന്തായാലും നാളെ കോടതിയിൽ ഹാജരാക്കുമ്പം അവിടുന്ന് ജാമ്യം എടുക്കാമെന്ന് വക്കീൽ പറഞ്ഞേന്ന്. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് ജാമ്യം കിട്ടും മുത്തശ്ശിന്ന് ചോദിക്കുമ്പം അതൊന്നും പറയാൻ പറ്റില്ല, നാളെ കോടതി ചെല്ലുമ്പം ഇതുവരെ പറഞ്ഞ സത്യങ്ങളെല്ലാം നിഷേധിക്കണമെന്ന് വക്കീൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഹിടിയിൽ അവരെല്ലാ സത്യങ്ങളും പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. ഈ കോടതിയിൽ ഹാജരാവണത് അനന്തോ കണ്ണനോ ആണെങ്കിൽ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് വക്കീൽ പറഞ്ഞത്. അവർക്ക് പ്രാക്ടീസ് കുറവായതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ജാമ്യം എടുക്കുമായിരിക്കും, ഇനിയിപ്പോൾ ജാമ്യം കിട്ടിയാലും ഇവരുടെ കാര്യം പോക്കാൻ മോളേന്ന്. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, അതെന്താ മുത്തശ്ശിന്ന് ചോദിക്കുമ്പം ആ മാർക്കം ഉണ്ടല്ലോ അവന് ഇവരെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, എന്തായാലും പ്രതാപനും വാമദേവനും നല്ല ഇടി കിട്ടും മാർക്കോയുടെ ഇന്ന്, അതുമാത്രമല്ല ഇനി ഇവിടെ നമ്മൾ കിടക്കുമ്പോൾ സൂക്ഷിച്ച് വേണം മോളെ കിടക്കാൻ, ആരെങ്കിലും വന്ന് വിളിക്കുകയോ വാതിലിൽ മുട്ടുകയോ ചെയ്താൽ മോൾ വാതിൽ തുറക്കുകയൊന്നും ചെയ്യരുത്, ആ മാർക്കോ ഇങ്ങോട്ട് വരാനും സാധ്യതയുണ്ടെന്ന്. അന്നേരം കരുണ പറയുന്നുണ്ട്, എന്തായാലും ഇതുവരെ ആ മാർക്കോ ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് പറയുമ്പം അതാ നമ്മൾ പേടിക്കേണ്ടത്, അവനിവിടെ വന്നിരുന്നെങ്കിൽ നമുക്ക് അത്രയ്ക്കും പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എന്തായാലും 10-20 വർഷം മുമ്പ് നടന്ന കാര്യമായതുകൊണ്ട് പോലീസിന് അങ്ങനെ തെളിവ് ശേഖരിക്കാനൊന്നും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നണേന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതൊക്കെ ശരിയായിരിക്കും, എന്നാലും ഈ പ്രതാപനും വാമദേവനും ജാമ്യം കിട്ടണമെങ്കിൽ നമ്മൾ നല്ലോണം പൈസ കൊടുക്കേണ്ടി വരും, ഇപ്പം തന്നെ ഒരു പ്രാവശ്യം കോടതിയിൽ ഹാജരാവണേന് ആ വക്കീൽ ലക്ഷങ്ങളാണ് ചോദിക്കണേ, കേസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വീടും സ്ഥലവും അതുപോലെ എൻ്റെ വീടും എല്ലാം വിൽക്കേണ്ടി വരും മോളേന്ന്. അത് കേട്ടതും കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗയാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഉണ്ണി മേളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഉണ്ണി ദുർഗയെ കണ്ടതും അമ്മ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കണേ, എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം എടാ ഉണ്ണി ഞാനൊരു കാര്യം ആലോചിക്കുമായിരുന്നു, എന്നാലും എന്തിനായിരിക്കും ആ പ്രതാപനെയും വാമേട്ടനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടേക്കണേ, നാളെ നമ്മളോട് കോടതിയിലേക്ക് ചെല്ലാനല്ലേ കണ്ണൻ പറഞ്ഞത്, നമ്മളവിടെ ചെല്ലുമ്പോൾ എല്ലാ സത്യങ്ങളും നമുക്ക് മനസ്സിലാവുന്ന കണ്ണൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അതാ എനിക്കും മനസ്സിലാവാത്ത, നമ്മൾക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ സത്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടമ്മേ, എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, അതറിയാവുന്നതുകൊണ്ട് തന്നെ ആ കണ്ണേട്ടൻ നാളെ നമ്മളോട് കോടതി
കോടതിയിലേക്ക് ചെല്ലാൻ പറഞ്ഞേക്കണം. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ സത്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അത് നേരാടാ, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സത്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പക്ഷെ എന്നാലും നേരത്തെ കാര്യങ്ങൾ അറിയാനൊരാകാംക്ഷ. എന്തായാലും നീ ആ സ്റ്റേഷനിൽ ചെന്ന് പ്രതാപനെ ഒന്ന് കാണടാ, അപ്പോൾ സത്യം എന്താണെന്ന് നിനക്ക് മനസ്സിലാവുമല്ലോ എന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ എന്തിനാ ഇപ്പം അങ്ങോട്ട് പോകണമെന്ന് വയ്ക്കുമ്പോൾ ഒന്ന് പോയി നോക്കടാ, കാര്യം എന്നാന്ന് നമുക്ക് അറിയാമല്ലോ എന്ന് പറയുമ്പം ഉണ്ണിയാണെങ്കിൽ പോകാമെന്ന് ഇങ്ങനെ തീരുമാനിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നമ്മളുടെ ഉണ്ണി കാര്യങ്ങൾ അറിയാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ സത്യങ്ങളും ഉണ്ണി മനസ്സിലാക്കും. പ്രതാപനാണ് ഉണ്ണിയുടെ അച്ഛനെ കൊന്നതെന്നും അതിന് കൊട്ടേഷൻ കൊടുത്തത് വാമദേവനുമാണ്. അതോടുകൂടി ഉണ്ണിക്ക് പ്രതാപനോടും വാമദേവനോടുമുള്ള എല്ലാ ഇഷ്ടവും പോകുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.